കഴിഞ്ഞ ഒരൊറ്റ ദിവസത്തെ അല്ലെങ്കിൽ 24 മണിക്കൂറിലെ മഴയിൽ അതിതീവ്ര മഴയിൽ സംസ്ഥാനം വിറങ്ങലിച്ച് നിൽക്കുന്ന കാഴ്ചയാണ്. 8 ജീവനുകൾ ഇന്നലെ പൊലിഞ്ഞിരിക്കുന്നു. ഈ ജീവനുകൾ ഇത്രയും നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോഴും വലിയ രീതിയിലുള്ള മുൻകരുതലുകളോ അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേയുള്ള അറിയിപ്പുകളോ അങ്ങനെയൊന്നും നമുക്ക് നൽകാൻ സാധിക്കില്ല. അൺപ്രഡിക്റ്റബിളായിട്ടുള്ള ചില അപകടങ്ങൾ, അല്ലെങ്കിൽ മണ്ണിടിഞ്ഞു വീഴുന്നു, അല്ലെങ്കിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നു, അങ്ങനെയുള്ള അപകടങ്ങളും ഒഴിവാക്കാൻ സാധിക്കില്ല. പക്ഷേ അതിനുമൊക്കെ അപ്പുറം ചില മുൻകരുതലുകൾ, ഈ കുട്ടികളാണ് ഇന്നലെ 3 പേർ മരിച്ചതിൽ 3 പേർ, ഈ പറഞ്ഞതുപോലെ വെള്ളക്കെട്ടിൽ വീണുള്ള മരണങ്ങൾ, ഷോക്കേറ്റുള്ള മരണങ്ങൾ, അങ്ങനെ ഒരുപാട് നമുക്കൊരു പക്ഷേ ഒഴിവാക്കാൻ പറ്റാവുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഒരുപക്ഷെ അതൊക്കെ ഒഴിവാക്കേണ്ടിയിരുന്നു. ഇനിയും ഈ മഴ വരും ദിവസങ്ങളിലും തുടരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥാ വകുപ്പും ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം ഒരുപാട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഈ ഒരു സമയത്ത്, ഈ ഒരു മഴ സമയത്ത് മുന്നോട്ട് വയ്ക്കാറുണ്ട്. എല്ലാവരോടുമുള്ള അപേക്ഷയാണ്, അഭ്യർത്ഥനയാണ്, പ്രിയ പ്രേക്ഷകർ ഈ മുൻകരുതലുകളെല്ലാം കേൾക്കുക, പരമാവധി അനുസരിക്കുന്നു. ഇപ്പോൾ ഞായറാഴ്ചയാണ്, സ്കൂളുകളൊക്കെ അവധിയാണ്. പക്ഷേ മതപഠന ക്ലാസ്സുകളുണ്ട്, ട്യൂഷൻ സെൻ്ററുകളിലെ ക്ലാസ്സുകളുണ്ട്, സ്കൂളുകളില്ലല്ലോ. സ്വാഭാവികമായും ഇതിനെല്ലാം ഇന്നിപ്പോൾ 9 ജില്ലകളിലോളം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുട്ടികളെ പരമാവധി വീട്ടിലേക്ക് ഇരുത്തുക. ഈ മഴ മുന്നറിയിപ്പുള്ള അല്ലെങ്കിൽ ഈ മലയോര മേഖലകളിലേക്ക് അടക്കമുള്ള യാത്രകൾ ഒഴിവാക്കുക. നമുക്കറിയാം, മഴയൊന്ന് തോർന്നു കഴിഞ്ഞാൽ എന്താണ് പുറത്ത് സംഭവിച്ചത് എന്നറിയാനുള്ള ഒരു പുറത്തേക്കിറങ്ങലൊക്കെ ഉണ്ടല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ ദയവായി എല്ലാവരും ഒഴിവാക്കുക. പ്രത്യേകിച്ചും ഈ മുൻകരുതലുകൾ പാലിക്കുക. ഇനിയും ഈ പറഞ്ഞതുപോലെ മഴ തുടരുന്നൊരു അൺപ്രഡിക്റ്റബിളാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആ കാലാവസ്ഥ രീതി തന്നെ. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കൂടുതൽ ന്യൂനമർദ്ദ പാത്തികൾ ഉണ്ടാകുന്നു. മുൻപ് നമ്മൾ കണ്ട് കേട്ട് പരിചയിച്ച ആ കാലാവസ്ഥാ രീതികളിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു. അപ്പോൾ പെട്ടെന്നുള്ള മഴ, ഈ മിന്നൽ പ്രളയം പോലെയുള്ളവ സംഭവിക്കുന്നുണ്ട്. ഉൾവനങ്ങളിൽ ഈ പറഞ്ഞതുപോലെ മഴയുണ്ടാകും, ഉരുൾപൊട്ടലുണ്ടാകും. പക്ഷേ ഇന്ന് ജനവാസ മേഖലയിലേക്ക് അതെത്തുമ്പോൾ നമ്മൾ അറിയുന്നതിനൊക്കെ ഒരുപാട് കാലതാമസമുണ്ടാകും. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അതെല്ലാം മനസ്സിൽ കരുതി എല്ലാവരും സൂക്ഷിച്ചിരിക്കുക, സുരക്ഷിതരായിരിക്കുക. ഇന്നും ശക്തമായ മഴ തന്നെയാണ്. നമുക്ക് ഹെഡ്ലൈൻസ് നോക്കി മടങ്ങിയത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. അടുത്ത 3 മണിക്കൂറിൽ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. ഇന്ന് നടക്കേണ്ട സെറ്റ് ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷകൾ മാറ്റി. നാളത്തെ MG സർവകലാശാല പരീക്ഷയിലും മാറ്റം. 9 ജില്ലകളിൽ മതപഠന കേന്ദ്രങ്ങൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കും അടക്കം അവധി. പത്തനംതിട്ടയിൽ നേരിയ മഴ. റാന്നിയിലും ആറന്മുളയിലും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ശബരിമല തീർത്ഥാടകർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം. അപ്പർ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കോട്ടയത്ത് മഴയ്ക്ക് ശമനം. ഇടുക്കിയിൽ ഇടവിട്ട് മഴ പെയ്യുന്നു. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഭീഷണി. 14 വീടുകൾ തകർന്നു. സഞ്ചാരികൾക്ക് വിലക്ക്. വയനാട് അതീവ ജാഗ്രതയിൽ. താമരശ്ശേരി ചുരത്തിലും മലയോര ഹൈവേയിലും ഗതാഗത നിയന്ത്രണം. കണ്ണൂരിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായ 2 പേർക്കായി തിരച്ചിൽ. ലഹരിക്കെതിരെ നശാ മുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന ഇന്ന് തുടക്കം. രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. 10,000-ലധികം കേന്ദ്രങ്ങളിൽ നിന്ന് യുവാക്കൾ ഓൺലൈനായി പങ്കെടുക്കും. ഫരീദാബാദ് അമൃത ആശുപത്രിയിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുക്കും. ഇടുക്കി അടിമാലിയിൽ റിസർവ് വനം കയ്യേറി വ്യാപകമായി ഏലം കൃഷി നടത്തുന്നതായി പരാതി. മച്ചിപ്ലാവ് മേഖലയിൽ സ്വകാര്യ വ്യക്തിയുടെ അനധികൃത കൃഷി. പരാതിയുമായി പരിസ്ഥിതി പ്രവർത്തകർ. കോമൺവെൽത്ത് ഗെയിംസ് ബോക്സിംഗിൽ മെഡൽ നേട്ടവുമായി ഇന്ത്യ. 7 സ്വർണ്ണമടക്കം ഇന്ത്യ നേടിയത് 10 മെഡലുകൾ. 39 മെഡലുമായി ഇന്ത്യ 4-ാം സ്ഥാനത്ത്. ഗെയിംസിന് ഇന്ന് സമാപനം.
നമുക്ക് ഇനി മഴയുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്, മഴ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞു വരാം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും ഒക്കെ നൽകുന്നത്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ, ഇപ്പോഴാണ് നിലവിലാണ് ഈ 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പക്ഷേ അടുത്ത 3 മണിക്കൂറിൽ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. മണ്ണിടിച്ചിൽ ഭീഷണി മലയോര മേഖലയിലുണ്ട്. മിക്ക സ്ഥലങ്ങളിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 14ഓളം വീടുകൾ ഇന്നലെ മാത്രം തകർന്നിരുന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ വിവിധ ബ്യൂറോകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് എബിനാണ്, കോട്ടയത്ത് നിന്ന് പ്രശാന്തുണ്ട്, കോഴിക്കോട് നിന്ന് രാകേഷ്, ഇടുക്കിയിൽ നിന്ന് ബോബൻ ചേരുന്നുണ്ട്, കൊച്ചിയിൽ നിന്ന് കെ പ്രശാന്തും ചേരുന്നുണ്ട്. ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പുകൾ, മഴയുടെ വിവരങ്ങളൊക്കെ നൽകുന്നതിനായി ആദ്യം എബിയിലേക്ക് തന്നെയാണ്. എബി, ഈ കാലാവസ്ഥ മുന്നറിയിപ്പ് ഇനിയൊരു 5 ദിവസത്തേക്ക് കൂടി തുടരും. ഏതാണ്ട് ഇതേ ഒരു പാറ്റേൺ തന്നെയായിരിക്കുമോ തുടരുക? കനത്ത മഴയുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തും കൊല്ലത്തും ചെറിയൊരു ആശ്വാസമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. തെക്കൻ കേരളത്തിൽ അല്പം ഒരു ശമനമുണ്ട് എന്നും മനസ്സിലാക്കുന്നു. പക്ഷേ ഇന്നലെ പെയ്ത മഴയുടെ ആ കെടുതികൾ, വെള്ളം നിൽക്കുന്നിടം, എന്താണ് അതിൻ്റെയൊക്കെ ഒരു ഏറ്റവും പുതിയ വിവരങ്ങൾ? മാത്രമല്ല, വിഴിഞ്ഞത്തുനിന്ന് ഒരാളെ, ഒന്നാണോ രണ്ടാണോ എന്നറിയില്ല, ഒരാളെ കാണാനില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുതലപ്പുഴയിൽ 2 പേരെ കാണാനുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സ്വപ്ന, ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം. പക്ഷേ ഇന്നിപ്പോൾ 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള ജില്ലകളിലാണ് ഇന്നത്തെ ദിവസം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഓരോ 3 മണിക്കൂറിലും ദുരന്ത നിവാരണ അതോറിറ്റി ഇത്തരത്തിൽ അലർട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഈ 3 മണിക്കൂറുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. ഒപ്പം തന്നെ പത്തനംതിട്ട, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഈ ഒരു 7 മണി 8 മണി സമയത്തോടു കൂടി അടുത്ത അലേർട്ട് വരും. സ്വാഭാവികമായും ഇത് മാറാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. എന്തായാലും ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെയും ഇന്നലെ വളരെ ഭീതിയോടുകൂടി ഇരുന്നത് ഇന്നലെ രാത്രി ഏത് വിധേനയാണ് കഴിഞ്ഞു പോവുക എന്നുള്ളതായിരുന്നു. കാരണം ഇന്നലെ രാത്രി കൂടി മഴ ഒരുമാതിരി തോർന്നു നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും വെള്ളം ഇറങ്ങുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തുന്ന ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമുണ്ടാവും. എന്തായാലും ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെയുള്ള വലിയ ഒരു മഴ രാത്രിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒപ്പം നിരവധി ആളുകളെ കാണാതാകുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ മുതലപ്പുഴയിൽ 2 പേരെയാണ് വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട് കാണാതായത്. ഒപ്പം അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കാരണം 10-18 മണിക്കൂറോളം, ഈ അപകടം നടന്ന ശേഷം 18 മണിക്കൂറോളം കഴിയുന്നത് വരെയും ഈ ഒരു രക്ഷാപ്രവർത്തന പരിപാടികൾ തുടങ്ങിയില്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയായി അവിടെ ഉണ്ടായത് എന്നുള്ളതാണ്. അതിന് നിരവധിയായിട്ടുള്ള കാരണങ്ങൾ ഉദ്യോഗസ്ഥർ പറയുന്നു. ആ രക്ഷാപ്രവർത്തനത്തിന് പോകേണ്ട ബോട്ട്, അതിൻ്റെ ലൈസൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഷുറൻസ് കഴിഞ്ഞിരുന്നു, അതിൽ ഡീസൽ ഉണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള തൊടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ 2 ജീവൻ അവിടെ കടലിൽ കിടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഉള്ള അനാസ്ഥ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം. അതിന് വലിയ രീതിയിലുള്ള പ്രതിഷേധം മുതലപ്പുഴയിൽ ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി വീണ്ടും തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇന്നലെ തെരച്ചിൽ ആരംഭിച്ചു, കുറച്ച് സമയം തെരച്ചിൽ നടത്തി. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് ആ തെരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വരികയായിരുന്നു. ഇന്നലെ വിഴിഞ്ഞത്ത് നിന്നും ഒരു ബോട്ടിൽ പോയ 5 പേർ അപകടത്തിൽപ്പെട്ടു. അതിൽ 4 പേർ മാത്രമാണ് മടങ്ങിയെത്തിയത്. ഒരാളെ കാണാതാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയും സമാനമായ രീതിയിലാണ് ബോട്ട് ഉൾക്കടലിലേക്ക് പോകാൻ കഴിയാത്ത രീതിയിലാണ് അവിടുത്തെ കാലാവസ്ഥ എന്നാണ് അവിടെ പോയി തിരിച്ചു വന്നവർ, ഒരു റൗണ്ട് പോയി തിരിച്ചു വന്ന ആളുകൾ പറഞ്ഞത്. അങ്ങനെ കാലാവസ്ഥ വളരെ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ തെരച്ചിൽ നടപടി പോലും വൈകുന്ന ഒരു നിലയുണ്ട്. എന്തായാലും 3 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ആരംഭിക്കുകയാണ്. ആ നിലയ്ക്കുള്ള പ്രതിഷേധം, അവിടെ ഈ തെരച്ചിൽ വൈകുന്നതിനെ കുറിച്ചുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഈ മുതലപ്പുഴയിൽ ഉണ്ട്. കഴിഞ്ഞ കുറേ നാളുകൾ നമ്മൾ സ്ഥിരമായി കാണുന്നതാണ് മുതലപ്പുഴയിലെ അപകടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. എന്തായാലും ഈ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഏതാണ്ട് 14ഓളം വീടുകളാണ് പൂർണ്ണമായോ ഭാഗികമായോ തകർന്നത് എന്നുള്ളതാണ്. അതിൽ കൂടുതലും ഇടുക്കിയിലാണ് അത്തരത്തിൽ വീടുകൾ തകർന്നിരിക്കുന്നത്. ഒപ്പം തന്നെ റാന്നിയിൽ നമ്മൾ കണ്ടു, വലിയ രീതിയിൽ വെള്ളം കയറി ഏതാണ്ട് മുങ്ങുന്ന, കഴിഞ്ഞ പ്രളയത്തിന്റെ സമയത്ത് കണ്ടതിന് സമാനമായ രീതിയിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ എല്ലാം കണ്ടിരുന്നത്. എന്തായാലും ആ നിലയ്ക്കുള്ള സാഹചര്യങ്ങളായിരുന്നു. ഇപ്പോൾ അതിന്റെ നാശനഷ്ടങ്ങളൊക്കെ ഏത് വിധേനയാണ് ഉണ്ടായിരിക്കുന്നതിനെ കുറിച്ച് അറിയണമെങ്കിൽ
വെള്ളം തീർച്ചയായും മഴക്കെടുതി സംബന്ധിച്ച് എന്തൊക്കെയാണ് എന്ന് ഇനി വരാനിരിക്കുന്ന മണിക്കൂറുകൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ മഴ അല്പം കുറഞ്ഞിരിക്കുന്നു എന്നത് വലിയ രീതിയിലുള്ള ആശ്വാസം തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഈ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട കടലിൽ പോയി മടങ്ങിയെത്തിയ ആ ബോട്ടിലുള്ളവരാണ് ഈ അപകടത്തിൽപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേവിയുടെ അടക്കം സഹായത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസം ഈ തിരച്ചിലെല്ലാം നടന്നത്. നമുക്ക് ഇടുക്കിയിലേക്ക് പോകേണ്ടതുണ്ട്, ഇടുക്കിയിലെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഈ മഴനാശം ഏറ്റവും കൂടുതലുണ്ടായ ഉരുൾപൊട്ടലുണ്ടായ മേഖലയാണ് ഇടുക്കി. MC ബോബൻ ചേരുകയാണ്. ബോബൻ, ഇടവിട്ടുള്ള മഴയാണ്, പക്ഷേ മഴയുടെ ശക്തി കുറഞ്ഞു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഈ പ്രധാനമായും നമുക്കറിയേണ്ടത് മഴ പെയ്യുന്നു, വൃഷ്ടിപ്രദേശത്ത് എത്രത്തോളം മഴ പെയ്യുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ബോബൻ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ആ വൃഷ്ടിപ്രദേശത്ത് അല്ലെങ്കിൽ ഡാമിൻ്റെ പരിസരത്ത് മഴ പെയ്തെങ്കിൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ നമ്മുടെ വൈദ്യുതി പ്രതിസന്ധിക്കും ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്ന് മാത്രമല്ല, മലയോര മേഖലയടക്കം ഉരുൾപൊട്ടൽ മുന്നറിയിപ്പുകൾ ഇപ്പോഴും ഉണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ. സ്വപ്ന, ഇടുക്കിയിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇടവിട്ട് മഴ പെയ്യുന്നു. അതുതന്നെ ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. സഞ്ചാര നിയന്ത്രണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സഞ്ചാരികൾക്ക് പൂർണ്ണ നിയന്ത്രണമാണ് ഇടുക്കിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സഞ്ചാരികളും അതുപോലെ മറ്റുള്ളവരും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം എന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇടുക്കിയുടെ വൃഷ്ടിപ്രദേശത്തും ശക്തമായി മഴ ലഭിച്ചു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടുക്കി അണക്കെട്ടിൽ 30% വെള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 3.5 അടി വെള്ളമാണ് ഇടുക്കി അണക്കെട്ടിൽ ഉയർന്നിരിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ 1.5 അടി വെള്ളവും ഉയർന്നിട്ടുണ്ട്. ജില്ലയിൽ 2 അണക്കെട്ടുകളാണ് തുറന്നിരിക്കുന്നത്. കല്ലാർകുട്ടി, മലങ്കര എന്നീ അണക്കെട്ടുകൾ തുറന്നിട്ടുണ്ട്. മറ്റ് ചെറിയ അണക്കെട്ടുകളിലും കുണ്ടള, മാട്ടുപ്പെട്ടി, പൊന്മുടി തുടങ്ങിയ ചെറിയ അണക്കെട്ടുകളിലും ജലനിരപ്പ് കാര്യമായി തന്നെ ഉയർന്നിട്ടുണ്ട്. എങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇടുക്കി അണക്കെട്ടിൽ ഇന്നലെ 3.5 അടി വെള്ളം ഉയർന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും 32% മാത്രമാണ് ആകെ സംഭരണശേഷിയുടെ 32% വെള്ളം മാത്രമാണ് ഇപ്പോഴും ഇടുക്കി അണക്കെട്ടിലുള്ളത് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. മഴ വരും ദിവസങ്ങളിലും മഴ ലഭിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് തന്നെ സംസ്ഥാനം നീങ്ങേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇടുക്കിയിലെ മലയോര മേഖലകൾ ഇപ്പോഴും ആശങ്കയുടെ മുൾമുനയിൽ തന്നെയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ഇന്നലെ രാത്രിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. ജില്ലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 101 ആളുകളാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത്. ഇന്ന് മഴയുടെ ശക്തി കുറയുകയും പഴയ ഒരു സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്താൽ ഒരുപക്ഷെ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവർക്ക് വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയും. നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട്. ഇവർക്ക് പകരം സംവിധാനം ഒരുക്കുന്നത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം വില്ലേജ് അധികൃതരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് കണക്കെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കും. സ്വപ്ന, കനത്ത നാശമാണ് ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പറഞ്ഞതുപോലെ കൃത്യമായ നമുക്ക് 2018 ആ പ്രളയമൊന്നും മറക്കാനേ സാധിക്കില്ല. ആ ദൃശ്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. ഇടുക്കിയിലടക്കം എന്താണ് സംഭവിച്ചതെന്നത് ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് വടക്കൻ കേരളത്തിലേക്ക് പോവുകയാണെങ്കിൽ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു എന്നത് വലിയ രീതിയിൽ ആശങ്കയായി തന്നെ നിൽക്കുകയാണ്. രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, ഇന്നലെ കനത്ത മഴയായിരുന്നു രാവിലെയൊക്കെ. ഉച്ചയ്ക്ക് വൈകിട്ട് ഒരല്പം തോർന്നതിന് ശേഷം പിന്നീട് വൈകിട്ടും അതുപോലെ നല്ല രീതിയിൽ വീണ്ടും മഴ പെയ്യുന്നു എന്നത് വലിയ ആശങ്കയാണ്. ഉരുൾപൊട്ടൽ മേഖലകളുള്ള മലയോര മേഖലകളുള്ള പ്രദേശമാണ്. മാത്രമല്ല നല്ല കാറ്റ്. എന്താണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുകൾ വരുന്നത്? പ്രത്യേകിച്ചും ഈ വടക്കൻ ജില്ലകളിൽ ഇനിയിപ്പോൾ വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ കൂടുതൽ ജില്ലകളിൽ റെഡ് അലേർട്ട് അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നത് 4 മണിയോട് കൂടി വന്ന മുന്നറിയിപ്പാണ്. ഈ 4 മണിക്ക് ശേഷം ഇത്തരത്തിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നത് 4 മണിയോട് കൂടി വന്ന മുന്നറിയിപ്പാണ്. ഈ 4 മണിക്ക് ശേഷമുള്ള പുതിയ മുന്നറിയിപ്പ് വരാനുണ്ട്. ഈ മുന്നറിയിപ്പിലായിരിക്കും ഇനിയുള്ള സമയം എങ്ങനെയായി കാര്യങ്ങൾ പോകും എന്നുള്ളത് ജില്ലാ ഭരണകൂടങ്ങൾ ഉൾപ്പെടെ വീക്ഷിച്ചു വരികയാണ്. അടുത്ത ഒരു മുന്നറിയിപ്പോട് കൂടിയായിരിക്കും ഇതിൽ എന്തായിരിക്കും, എത്രമാത്രം രൂക്ഷമായിരിക്കും കിഴക്കൻ മലയോര മേഖലയിലെ ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള മഴ ബാധിക്കുക എന്നുള്ളത് പറയാനാവുക. നിലവിൽ കക്കയം ഡാം തുറക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുമെന്നുള്ള 2ാം ഘട്ട മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കിഴക്കൻ മലയോര മേഖലകളിൽ അതിശക്തമായ തരത്തിലുള്ള മഴ ലഭിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്.
ഇന്ന് രാവിലെ നടക്കേണ്ടിയിരുന്ന മതബോധന ക്ലാസ്സുകളുണ്ട്, ഒപ്പം തന്നെ ട്യൂഷൻ ക്ലാസ്സുകളുണ്ട്. ഇവയ്ക്കെല്ലാം തന്നെ അവധി നൽകിക്കൊണ്ട് ജില്ലാ ഭരണകൂടം അത്തരത്തിലുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. 76ഓളം കുടുംബങ്ങളെ വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള മുന്നറിയിപ്പുകളും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ നേരത്തെ സ്വപ്ന പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ, ഈ മഴ നിർത്താതെ പെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് തടമ്പാട്ട് താഴത്താണ്. ഇത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുകയും അത് ഗതാഗത പ്രശ്നം ഉൾപ്പെടെ ഉണ്ടാക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത പ്രശ്നമുണ്ട്. ഒപ്പം തന്നെ കണ്ണൂരിൽ 2 പേരെ കാണാതായിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നു. ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ എങ്ങനെയായിരിക്കും മഴ, ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും ഒപ്പം തന്നെ അതിശക്തമായ കാറ്റിനുള്ള സാധ്യതയും പറയുന്നത് എന്നുള്ള ഒരു വിഷയം കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളും ജില്ലാ ഭരണകൂടം വീക്ഷിച്ചു വരികയാണ്. സ്വപ്ന, വടക്കൻ കേരളത്തിൽ റെഡ് അലേർട്ട് അടക്കമുള്ള സാഹചര്യമാണ്. ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റ് ജില്ലകളിലെല്ലാം മഴയുടെ സാഹചര്യം തന്നെ 3 ജീവനുകളാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം നഷ്ടപ്പെട്ടത് മഴക്കെടുതിയിൽ. എല്ലാ സ്കൂളുകളല്ല, മദ്രസകൾ, മതപഠന കേന്ദ്രങ്ങൾ, ട്യൂഷൻ സെൻ്ററുകൾ, ഇവയ്ക്കെല്ലാം പ്രത്യേക പരിശീലന കേന്ദ്രങ്ങൾ, ഇതെല്ലാം പൂർണ്ണമായും അടച്ചിടണമെന്ന നിർദ്ദേശമുണ്ടെങ്കിൽ അത് കൃത്യമായും പാലിക്കുക തന്നെ വേണം. ഈ പറഞ്ഞതുപോലെ നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വെള്ളം കയറിയ സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങാനുള്ള സമയം, വഴിയേത് കുഴിയേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ്. അല്പം മഴ തോരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, സ്ഥിതി എന്താണ് എന്നറിയാനായി പുറത്തേക്ക് ഇറങ്ങുന്നവരുടെ ഒരു കൂട്ടവുമുണ്ട്. ശരിക്കും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താതിരിക്കുക, പ്രത്യേകിച്ചും ഈ നിർദ്ദേശങ്ങളെല്ലാം മുന്നിലുള്ളപ്പോൾ. ഇനി നമുക്ക് പത്തനംതിട്ടയിലെ വിശേഷങ്ങൾ അറിയുന്നുണ്ട്. പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം കനത്ത മഴയായിരുന്നു, മഴക്കെടുതിയായിരുന്നു. കണ്ണൻ ചേരുകയാണ്. കണ്ണൻ, എങ്ങനെയാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ മഴയുടെ ഒരു നിലനിൽപ്പ്? ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു അല്പശമനമുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റാന്നിയാണ് കഴിഞ്ഞ ദിവസം ഒറ്റപ്പെട്ടതുപോലെയായിരുന്നു. നമ്മളെ പ്രളയത്തിൻ്റെ ആ ദൃശ്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന ആ ഓർമ്മകളൊക്കെ ആണ് കഴിഞ്ഞ ദിവസം റാന്നി ആ പട്ടണത്തിൻ്റെ ഒരു ആകാശ ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഉണ്ടായത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ഈ ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം തുറന്നിട്ടുണ്ടല്ലോ. സ്വപ്ന, കഴിഞ്ഞ ദിവസം റാന്നിയിലടക്കം നിർത്താതെ മഴ പെയ്ത് റാന്നിയിലടക്കം വെള്ളം മുങ്ങിയെങ്കിൽ ഇന്നിപ്പോൾ സ്ഥിതി മറിച്ചാണ്. കാരണം ഈ വെള്ളം റാന്നിയിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ കോഴഞ്ചേരി, ആറന്മുള മേഖലകളിൽ ആ വെള്ളം വന്ന് സകല സ്ഥലങ്ങളിലും ഒരു വ്യാപിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറന്മുളയിലാണ്. ആറന്മുളയിൽ പെട്ടെന്ന് അവർ ഈ രാത്രിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം നിറയുകയായിരുന്നു എന്നാണ് പറയുന്നത്. വളരെ വേഗം ഈ വെള്ളം നിറഞ്ഞ് വീടുകളിൽ നിന്ന് മാറാൻ പോലും അവസരം കിട്ടാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവർ അതുകൊണ്ട് തന്നെ അവരുടെ സാധന സാമഗ്രികൾ ഉൾപ്പെടെ വെള്ളത്തിൽ പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. നേരത്തെ 2018 ഒരു പ്രളയത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഇവിടെ മിക്ക സ്ഥലങ്ങളും വീടുകളുമൊക്കെ മുങ്ങിക്കിടക്കുന്നത്. ഏതാണ്ട് 45ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പത്തനംതിട്ട ജില്ലയിൽ മൊത്തത്തിൽ തുറന്നിട്ടുള്ളത്. ഇവിടങ്ങളിലായി 1104 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ചേട്ടാ, എങ്ങനെ പെട്ടെന്നാണോ വെള്ളം കയറിയത്? 10-10:30 ആയപ്പോഴത്തേക്ക് വെള്ളം പൊങ്ങി. പകലൊന്നും കുഴപ്പമില്ലായിരുന്നു. പകല് തെക്കേമല ഭാഗത്ത് മാത്രമേ വെള്ളമുള്ളായിരുന്നു. ഒരു 11 മണി ആയി കഴിയുമ്പോഴത്തേക്ക് പടയെന്നായിരുന്നു വെള്ളം കയറിയത്. അതിൻ്റെ കൂടെ മഴയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും മാറാനോ സാധനങ്ങളൊന്നും മാറ്റാനുള്ള സമയമൊന്നും കിട്ടിയില്ല. വിചാരിക്കാതെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഈ വെള്ളം കയറിയത്? അപ്രതീക്ഷിതമായിട്ടാണ് വെള്ളം കയറിയത്. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. എല്ലാ സാധനങ്ങളെല്ലാം ഒലിച്ചു പോയി. പിന്നെ പെട്ടെന്ന് പിന്നെ ധൃതി വെച്ചതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ പാഠപുസ്തകങ്ങളെല്ലാം എടുത്ത് കത്തിവെക്കാൻ പറ്റി. ബാക്കിയെല്ലാം ഒലിച്ചു പോയി. സിലിണ്ടറെല്ലാം പോയി. അത്തരത്തിൽ തന്നെയാണ് സ്വപ്ന ഇവിടെ ഈ വീടുകളിൽ ഉൾപ്പെടെ അപ്രതീക്ഷിതമായി വെള്ളം കയറുകയും സാധന സാമഗ്രികളൊന്നും മാറ്റാൻ പോലും പറ്റാതെ ഇവരൊക്കെ ഇവിടെ തുടരുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ ആറന്മുള ഭാഗത്തൊക്കെ ഉള്ളത്. മറ്റൊരു കാര്യം, ഈ വള്ളസദ്യ ഉൾപ്പെടെ നടക്കുന്ന സ്ഥലമാണ് ആറന്മുള. ഇവിടെ ഈ വള്ളസദ്യകളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട്. യാതൊരു തരത്തിലും പള്ളിയോടങ്ങളോ ഒന്നും ഈ നദിയിലേക്കോ ഒന്നും ഇറക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശവുമുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് മാത്രമുള്ള ബോട്ടുകളും മറ്റു കാര്യങ്ങളും മാത്രമാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ നേരിയ മഴ പോലും രാവിലെ ഇപ്പോൾ മഴ പെയ്യുന്നില്ല. അത് തന്നെയാണ് ഒരു ആശ്വാസം. ഈ വെള്ളം പതിയെ ഇറങ്ങും എന്ന ഒരു പ്രതീക്ഷയാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ ഉള്ളത്. ഏതാണ്ട് റാന്നി ഭാഗത്തു നിന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ ഇന്നലെ രാത്രി നേരിയ ചെറിയ തോതിൽ ഇടപെട്ട് പെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ രാവിലെ ആയപ്പോഴേക്കും ആ മഴ ഒന്ന് മാറി നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. ഈ ഇത്രത്തോളം വെള്ളം ഇവിടെയൊക്കെ വ്യാപിക്കാൻ മണിയാർ ഡാം അടക്കം തുറന്നിട്ടിരിക്കുകയാണ്. അതാണ് ഇത്തരത്തിൽ ഈ വെള്ളത്തിന്റെ ഒരു വരവ് പെട്ടെന്ന്
ഈ റാന്നിയിലും ആറന്മുളയിലും അടക്കം എത്താൻ കാരണമായത് എന്ന ഒരു വിമർശനവും എന്തായാലും ഉണ്ട്. ഈ നമുക്കറിയാം മണയാർ ഡാമിലടക്കം അറ്റകുറ്റപ്പണികൾക്കായി നാളുകളായി തുറന്നിട്ടിരിക്കുകയാണ്. ഈ തുറന്നിട്ടിരിക്കുന്ന ഷട്ടറുകളിലൂടെയാണ് ഈ മലവെള്ളപ്പാച്ചിലുള്ള വെള്ളം മുഴുവൻ വളരെ വേഗം റാന്നിയിലും ആറന്മുളയിലും കോഴഞ്ചേരിയിലും അത് അപ്പർ കുട്ടനാടൻ മേഖലകളിലേക്കുമൊക്കെ എത്തിയത്. ഈ സ്ഥിതി ഈ മണയാർ ഡാമിന്റെ അടക്കമുള്ള പ്രശ്നങ്ങളാണ് രൂക്ഷമാക്കിയത് എന്നൊരു വിമർശനവുമുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ആറന്മുള ഭാഗങ്ങളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒരു ആശങ്ക തന്നെയാണ്. എന്തായാലും മഴ മാറി നിൽക്കുകയാണെങ്കിൽ ഇത് ഇവിടെ നിന്നും വെള്ളം പതിയെ പുറത്തേക്ക് ഒഴുകും എന്ന് തന്നെയാണ് കരുതുന്നത്. സ്വപ്ന, ശരിക്കും നമ്മളിപ്പോൾ ഇവിടെ ഈ സേഫ് സോണിൽ നിന്ന് ഇതിനെക്കുറിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴും ഒക്കെ അതിനേക്കാളൊക്കെ എത്രയോ ഭീകരമാണ് അവിടുത്തെ അവസ്ഥയെന്നാണ്. വെള്ളം പെട്ടെന്നങ്ങ് കയറുക, എന്തെടുത്തുകൊണ്ട് മാറണമെന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം പോലും നൽകാതെ കയ്യിൽ കുഞ്ഞുങ്ങളെങ്കിൽ അവരെ മാത്രം അടക്കി പിടിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഓടിപ്പോവുക. കുഞ്ഞുങ്ങളുടെ പഠിക്കുന്നതിനുള്ള പുസ്തകങ്ങൾ, ഗ്യാസ് സിലിണ്ടറുകൾ, ഏറ്റവും ആവശ്യം വേണ്ട സാധനങ്ങൾ, ഏറ്റവും പ്രധാനമായും അടിസ്ഥാന ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാനപരമായി ടോയ്ലറ്റിൽ പോകുന്ന അടക്കമുള്ള സാഹചര്യങ്ങളിലേക്ക് പോലും പോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് നിർജീവമായി നോക്കി നിൽക്കേണ്ട ഒരു കൂട്ടം ജനങ്ങളുടെ ഒരു സാഹചര്യം അതാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഈ സ്റ്റുഡിയോയിൽ നിന്ന് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു സേഫ് സോണിൽ നിന്ന് പറയുന്നതിനൊക്കെ എത്രയോ അപ്പുറമാണ് അവിടുത്തെ ആ ദുരിത കാഴ്ചകളെന്നാണ്. ഒരു ദിവസത്തെ മഴയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും ഈ മഴയെല്ലാം ഇതുപോലെ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി മധ്യ കേരളത്തിൽ മഴയുടെ സ്ഥിതി എന്താണ് എന്നറിയാം. കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, കഴിഞ്ഞ ദിവസം രാവിലെ ഈ പറഞ്ഞതുപോലെ കൊച്ചിയിൽ വലിയ മഴയുണ്ടായിരുന്നില്ല. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം അത് ശക്തമാകുന്നത് കണ്ടു. വൈകിട്ട് അത് വലിയ രീതിയിൽ തന്നെ മഴ പെയ്യുന്നത് കണ്ടു. ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണ് എറണാകുളത്ത്. പക്ഷേ മധ്യ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള മഴക്കെടുതിയും കഴിഞ്ഞ ദിവസം ഉണ്ടായ തൃശ്ശൂരിലാകട്ടെ, ആലപ്പുഴയിലാകട്ടെ, കോട്ടയത്താകട്ടെ തീരപ്രദേശത്തും മലയോര മേഖലയിലും ഒരേപോലെ ബുദ്ധിമുട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ അതീവ ജാഗ്രത വേണ്ട ഒരു മേഖല തന്നെയാണ്. എന്താണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വരുന്ന മഴ മുന്നറിയിപ്പുകൾ? സ്വപ്ന, ഗുഡ് മോർണിംഗ്. ഏതായാലും മധ്യകേരളത്തിൽ തെളിഞ്ഞ കാലാവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് എറണാകുളം, ആലപ്പുഴ, അതുപോലെ തന്നെ തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇതുവരെ ഇപ്പോൾ വലിയ കാര്യമായ രീതിയിൽ മഴ പെയ്യുന്നില്ല. ഇതിൽ പാലക്കാട് റെഡ് അലർട്ടാണ് 3 മണിക്കൂറിൽ നിലനിൽക്കുന്നത്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഉള്ളത്. പല സ്ഥലത്തും പക്ഷേ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ എബി സൂചിപ്പിച്ച പോലെ തന്നെ രാത്രി അതിശക്തമായ മഴ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോകുമായിരുന്നു. പക്ഷേ രാത്രി മഴയുടെ ശക്തി പിന്നീട് കുറയുന്നതാണ് കണ്ടത്. ഇപ്പോൾ രാവിലെ കാര്യമായ രീതിയിൽ തന്നെ മഴയില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇന്നലെ രാത്രിയൊക്കെ പകലൊക്കെ തന്നെ ആലുവ ശിവക്ഷേത്രം പൂർണ്ണമായും മുങ്ങിയ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ പറ്റും. ക്ഷേത്രത്തിന്റെ ഈ മേൽക്കൂരയ്ക്ക് മുകൾ വരെ, താഴെക്കൂടത്തിന് താഴെ വരെ തന്നെ വെള്ളം കയറിയ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പൂർണ്ണമായും ഇറങ്ങി തുടങ്ങുകയാണ്. അത് മറ്റു പ്രദേശങ്ങളിലെയും അത് ആ തരത്തിൽ വലിയ തരത്തിൽ അത് ആശ്വാസമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പെരിയാർ കരകവിഞ്ഞതോടെയാണ് നമുക്ക് പ്രളയ സമയത്തൊക്കെ കാണാം. ആദ്യം ആലുവ പുഴയുടെ ഭാഗത്തേക്കാണ് വെള്ളം കയറുന്നത്. പിന്നീട് പൂർണ്ണമായും വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. എരൂരിൽ ഉൾപ്പെടെ ഇന്നലെ വെള്ളം കയറിയിരുന്നു. പക്ഷേ അവിടെയൊക്കെ തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ തീരദേശ മേഖലകളിലും അതീവ ജാഗ്രതയാണ് നിലനിന്നിരുന്നത്. ആ മേഖലകളിലും സമാനമായ രീതിയിൽ തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കടലാക്രമണത്തിന്റെ ശക്തി കുറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന മണിക്കൂറുകളിൽ മഴയുടെ ശക്തി കുറയും എന്നുള്ളതാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ 3 മണിയോടുകൂടി മഴ പൂർണ്ണമായി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൊച്ചി അടക്കമുള്ള മേഖലകളിൽ ഉണ്ടാകും എന്ന് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് നല്ല മാറ്റം വരികയും ആശ്വാസകരമായ ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തൃശ്ശൂരും അതുപോലെ തന്നെ ആലപ്പുഴയും പാലക്കാടും സമാനമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ നിൽക്കുന്നത്. ആലപ്പുഴയിൽ അപ്പർ കുട്ടനാട്ടിൽ വെള്ളം കയറി തുടങ്ങിയിരുന്നു. പക്ഷേ പ്രത്യേകിച്ച് തോട്ടപ്പള്ളിയിൽ സ്പിൽവേയിലെ ഷട്ടറുകൾ തുറന്നതോടുകൂടി തന്നെ കുട്ടനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി എന്നുള്ളതും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാലക്കാട് ഇന്നലെ വലിയ തരത്തിലുള്ള ദുരിതമാണ് വിതച്ചത്. വീടുകളും കടകളും ഒക്കെ തന്നെ തകരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയും ഇന്നിപ്പോൾ റെഡ് അലർട്ട് നിലനിൽക്കുന്നുണ്ട് 3 മണിക്കൂറത്തേക്ക്. എങ്കിൽ പോലും സ്ഥിതിഗതികൾ മെച്ചപ്പെടും എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. തൃശ്ശൂരും പ്രതീക്ഷ വരും മണിക്കൂറുകളിൽ സ്ഥിതികൾ കൂടുതൽ മെച്ചപ്പെടട്ടെ. 3 മണിയോടുകൂടി ഈ മഴയ്ക്കൽപ്പം ശാന്തതയുണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് അനുസരിച്ച് ഈ ഒരു 8 മണി കഴിഞ്ഞ ശേഷമുള്ള 3 മണിക്കൂറുകളിൽ കൂടുതൽ ജില്ലകളിൽ 6 ജില്ലകളിൽ 6 മുതൽ 9 ജില്ലകൾ വരെ റെഡ് അലർട്ടിൻ്റെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും മഴ അല്പം ശമിച്ചിട്ടുണ്ട്. പക്ഷേ താഴ്ന്ന പ്രദേശങ്ങളിൽ ഒക്കെ വെള്ളക്കെട്ടിപ്പോഴും തുടരുന്നു എന്ന വലിയ ആശങ്ക തന്നെയാണ്. നമുക്ക് കോട്ടയത്തെ വിവരം കൂടി പെട്ടെന്ന് അറിഞ്ഞിട്ട് വരാം. കോട്ടയത്തും മഴ അല്പം കുറഞ്ഞു.
എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രശാന്ത് ജോസഫാണ്. പ്രശാന്ത്, ഈ കഴിഞ്ഞ ദിവസം രാത്രി പക്ഷേ ശക്തമായ മഴ പിന്നെ ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ അതേസമയം ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് കോട്ടയം, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി ആ താലൂക്കുകളിലൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ ആളുകളെ മാറ്റുന്നുണ്ടോ? ഈ ജലനിരപ്പ് പടിഞ്ഞാറൻ മേഖലയിൽ ഉയരുന്നത് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായും സ്വപ്ന, കഴിഞ്ഞ രാത്രിയിലും കോട്ടയം ജില്ലയിൽ സാമാന്യം ശക്തമായ മഴ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ പുലർച്ചെയോടെ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമില്ല. കോട്ടയം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് നിലവിലുള്ളത്. എന്നാൽ വരും മണിക്കൂറുകളിൽ ഇതിൽ മാറ്റമുണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും കോട്ടയം ജില്ലയിൽ ഈ വിവിധ താലൂക്കുകളിലെ ആകെ 35 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നു. കിഴക്കൻ മേഖലയിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയതോടെ പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പാലാ നഗരത്തിൽ ഉൾപ്പെടെ വലിയ തോതിൽ വെള്ളം ഉയർന്നിരുന്നു. ഈ പാലാ ടൗണിൽ നിന്നും പൂർണ്ണമായി വെള്ളം ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. എന്നാൽ ജലനിരപ്പ് ഇവിടെ താഴ്ന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. അതേസമയം തന്നെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ്. പടിഞ്ഞാറൻ ഇപ്പോൾ നിലവിലെ ഒരു കണക്കനുസരിച്ച് 35 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ തുറന്നിരിക്കുന്നത്. എന്നാൽ പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഉയരുന്നതോടെ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട ഒരു സാഹചര്യമുണ്ടാകും. ഏതായാലും കോട്ടയം ജില്ലയിൽ ഇന്ന് പൂർണ്ണമായും അവധി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം ഞായറാഴ്ചയാണെങ്കിലും മതബോധന ക്ലാസുകൾ, അതേപോലെ ട്യൂഷൻ സെന്ററുകളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഞായറാഴ്ചകളിലുണ്ട്. അതൊക്കെ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഖനനത്തിനും ജലവിനോദങ്ങൾക്കും പൂർണ്ണമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക്, മലയോര മേഖലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും പൂർണ്ണമായ യാത്രാ വിലക്കും കർശന നിർദ്ദേശങ്ങൾ തന്നെയാണ് എന്തായാലും ജില്ലാ ഭരണകൂടമടക്കം നൽകുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകരുത്, മലയോര മേഖലകളിലേക്ക് പോകരുത്, തീരദേശ മേഖലകളിലേക്ക് പോകരുത്. മഴ അല്പം ശാന്തമായി എങ്കിൽ കൂടിയും മഴ മുന്നറിയിപ്പുകൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. വെള്ളക്കെട്ടുകൾ എല്ലായിടത്തും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പ്രശാന്ത് ജോസഫ് നിൽക്കുന്ന സ്ഥലത്ത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ 2018 ആ പ്രളയം നൽകിയ പാഠങ്ങൾ, അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ പ്രതിരോധ നടപടികൾ നമുക്ക് സ്വീകരിക്കാനായി എന്നത് ഇപ്പോഴും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന ചോദ്യം തന്നെയാണ്. കാരണം ഒരൊറ്റ ദിവസത്തെ മഴയിലാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളും ഈ മഴ ഇതുപോലെ തന്നെ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ കാലാവസ്ഥാ രീതികളെല്ലാം മാറിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. ഈ നിർദ്ദേശങ്ങളെല്ലാം, അതായത് ദുരന്ത നിവാരണ അതോറിറ്റിയുടേതായാലും കാലാവസ്ഥാ വകുപ്പിൻ്റേതായാലും ജില്ലാ ഭരണകൂടത്തിൻ്റേതായാലും മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക എന്നതിനപ്പുറം ഒരുപക്ഷെ നമുക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട്. എടുത്തു പറയേണ്ടതാണ് മഴക്കാല പൂർവ്വ ശുചീകരണം, മഴക്കാല പൂർവ്വ നടപടികൾ, അതൊക്കെ എത്രത്തോളം ഫലപ്രദമായി നടപ്പിലാക്കാൻ സാധിച്ചു എന്നതടക്കം ഈ ഒരു അവസരത്തിൽ ചോദ്യം ചെയ്യപ്പെട്ട് വരുന്നുണ്ട്. മറ്റൊന്നെടുത്ത് പറയുകയാണെങ്കിൽ ഈ മുതലപ്പൊഴിയുടെ കാര്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മുതലപ്പൊഴി എല്ലാ കാലവും ഏതൊക്കെ സർക്കാരുകൾ മാറി മാറി വന്നാലും ഒരിക്കലും ശാശ്വതമായ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കാത്ത ഒരു മേഖലയായി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എടുത്തു പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഓരോ കടലിലിറങ്ങുന്ന ഓരോ മത്സ്യത്തൊഴിലാളികൾക്കും ആ ഭാഗത്തു കൂടി ഇറങ്ങാൻ, പ്രത്യേകിച്ച് അങ്ങോട്ട് കടക്കുമ്പോഴും കടലിലേക്ക് കടക്കുമ്പോഴും തിരിച്ച് കരയിലേക്ക് ആ ഭാഗത്തു കൂടി വരുമ്പോഴും ജീവൻ തിരികെ കിട്ടുമോ എന്ന വലിയ രീതിയിലുള്ള ആശങ്കയാണ്. ശരിക്കും ആ ആശങ്കയ്ക്ക് ഒരുപക്ഷെ നമുക്ക് മുതലപ്പൊഴി എന്ന പേരുകൂടി വിളിക്കാം. പതിറ്റാണ്ടുകളായി ഈ തുടർന്നു വരുന്ന അപകടങ്ങൾ, 80-ലധികം ജീവനുകൾ ഇതിനോടകം തന്നെ നഷ്ടമായി കഴിഞ്ഞു. ഈ സർക്കാരുകൾ മാറി മാറി വരുന്നു, വാഗ്ദാനങ്ങൾ, പ്രഖ്യാപനങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നു. പക്ഷേ അപകടങ്ങൾക്ക് മാത്രം ഇനിയും പരിഹാരമായിട്ടില്ല. മത്സ്യബന്ധനത്തിന് കടലിലേക്ക് പോകുന്ന ഓരോ ദിവസവും ജീവൻ പണയം വെച്ചുള്ള യാത്രയാണ് മുതലപ്പൊഴിയിലെ മത്സ്യത്തൊഴിലാളികൾക്ക്. തുറമുഖത്തിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടങ്ങളുടെ പ്രധാന കാരണമെന്ന് വർഷങ്ങളായി മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നു. അഞ്ചുതെങ്ങ് മുതലപ്പൊഴി തീരമേഖലയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടെത്താൻ സമഗ്രമായ ശാസ്ത്രീയ പഠനവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ശാശ്വത പരിഹാരവും വേണമെന്ന ആവശ്യം വർഷങ്ങളായി ഉയരുന്നുണ്ട്. വിവിധ ഏജൻസികളുടെ പഠനങ്ങളും വിദഗ്ധ സമിതികളുടെ റിപ്പോർട്ടുകളും ചർച്ചകളും നടന്നിട്ടും അപകടങ്ങൾക്ക് അറുതി വരുത്തുന്ന നടപടികൾ ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. അശാസ്ത്രീയമായ നിർമ്മാണത്തിലുണ്ടായ പ്രശ്നമാണ് ഈ ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ മുതലപ്പൊഴിയുടെ അവിടെ ഈ സൈഡിലുള്ള പുലിമുട്ടുകളുടെ തന്നെ നീളം കൂട്ടി, ഇതിൻ്റെ വീതി കൂട്ടി, ആഴവും കൂട്ടേണ്ടതാണ്. ഒരു 4 മീറ്റർ താഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ, ഈ മുഖത്ത് 4 മീറ്റർ താഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ അപകടരഹിതമായിട്ട് യാനങ്ങൾക്ക് പോവുകയും വരികയും ചെയ്യാം.
ഓരോ അപകടവും ഒരു കുടുംബത്തിന്റെ അത്താണി നഷ്ടമാകുന്നതിന്റെ വേദനയാണ്. ഓരോ മരണത്തിനും പിന്നാലെ പ്രതിഷേധങ്ങളും വാഗ്ദാനങ്ങളും ആവർത്തിക്കുമ്പോഴും ദിവസങ്ങൾ കഴിയുമ്പോൾ എല്ലാം പഴയപടിയാകുന്നു. അതുകൊണ്ട് തന്നെ ഇനിയൊരു ജീവൻ കൂടി നഷ്ടമാകുന്നതിനു മുമ്പ് മുതലപ്പുഴയ്ക്ക് ശാശ്വതവും ശാസ്ത്രീയവുമായ പരിഹാരം നടപ്പാക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. ഇനിയും ഇത് ഉണ്ടാവാതിരിക്കാൻ ഇതിനുള്ള സ്ഥിരം സംവിധാനം, ഇത് മണ്ണ് ട്രഡ്ജിങ് സ്ഥിരം സംവിധാനം ഉണ്ടാവണം. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ സംഭവിച്ചു തത്സമയം രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള നല്ല പരിശീലനമുള്ള മുങ്ങൽ വിദഗ്ധർ ഇവിടെ ഗവൺമെൻറ് പ്രത്യേകം നിയമിച്ചാൽ ഇത്തരത്തിലുള്ള പല മത്സ്യത്തൊഴിലാളികളെയും ജീവൻ ചിലപ്പോൾ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. മുതലപ്പൊഴി പഠനങ്ങളിലൊതുങ്ങാതെ അടിയന്തരവും ശാശ്വതവുമായ പരിഹാരം നടപ്പാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. അനേകം ജീവനുകൾ വിഴുങ്ങിയ ഈ അപകട മേഖലയെ സുരക്ഷിതമാക്കാൻ വർഷങ്ങളായി പഠനങ്ങളും ചർച്ചകളും വാഗ്ദാനങ്ങളും നടന്നെങ്കിലും ഇന്നും ശാശ്വതമായൊരു പരിഹാരം യാഥാർത്ഥ്യമായിട്ടില്ല. ഓരോ അപകടങ്ങളും വീണ്ടും വീണ്ടും ഉയർത്തുന്നത് ഒരേ ചോദ്യമാണ്: ഇനി എന്നാണ് മുതലപ്പുഴയ്ക്കൊരു പരിഹാരമാകുക? ക്യാമറാമാൻ സുനിൽ മുണ്ടോത്തിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശരിക്കും മാതിര പറഞ്ഞതുപോലെ ഇനി എത്ര കാലം കഴിഞ്ഞാലാണ്, എത്ര ജീവൻ നഷ്ടമായാലാണ്, എത്ര ജീവൻ ബലി കഴിച്ചാലാണ് ഈ മുതലപ്പുഴയിലെ പ്രശ്ന പരിഹാരമുണ്ടാവുക? അതിൻ്റെ അശാസ്ത്രീയ വശങ്ങളെല്ലാം മാറ്റി അപകടങ്ങൾ ഒഴിവാക്കുന്ന, മരണം ഒഴിവാക്കുന്ന യഥാർത്ഥ നടപടികളിലേക്ക് എത്താൻ സാധിക്കുന്നതെന്താണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ഇന്നിപ്പോൾ മഴയ്ക്കപ്പുറം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി വരുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ സുഗതൻ്റെ അവധി അപേക്ഷയിൽ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ചിത്രയുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ട് പുറത്തുവരികയാണ്. മന്ത്രി KM ഷാജിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി അണ്ടർ സെക്രട്ടറി ഉത്തരവിറക്കി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനാണ് തീരുമാനം. വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ തദ്ദേശ ആഭ്യന്തര സെക്രട്ടറിമാർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുകയാണ്. എബി, കൃത്യമായ ഒരു പിഴവ് അല്ലെങ്കിൽ ഒരു വീഴ്ച ഈ അണ്ടർ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന്, തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നതും മന്ത്രിയുടെ നിർദ്ദേശം മറികടന്ന് അത്തരത്തിലൊരു നിർദ്ദേശം നൽകാനുള്ള സാഹചര്യം എന്താണ്? ഈ അന്വേഷണം ആരിലേക്കൊക്കെ നീങ്ങും? തീർച്ചയായും ഇന്നലെ ഈ ഒരു റിപ്പോർട്ടിന്റെ പിൻബലത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം സുഗതന് അവധി അപേക്ഷ എന്നുള്ള ആ ഒരു വിഷയം അത് ഏറ്റവും മനോഹരമായി തന്നെ, ഒരുപക്ഷെ നമുക്ക് ആ നിലയ്ക്ക് തന്നെ പറയാൻ കഴിയും. ആ നിലയ്ക്ക് മേയർ VV രാജേഷ് അതിനെ മറികടന്ന്, ആ പ്രതിസന്ധികളെല്ലാം തന്നെ മറികടന്ന് പോകുന്നത് ഈ ഒരൊറ്റ റിപ്പോർട്ടിന്റെ പിൻബലത്തിൽ കൂടി ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് വലിയ പ്രതിഷേധവുമായി എഴുന്നേറ്റ കോൺഗ്രസിന്റെ കൗൺസിലറായിട്ടുള്ള ശബരിനാഥന് ഒരക്ഷരം പോലും മിണ്ടാൻ പോലും കഴിയാത്ത നിലയിലായിരുന്നു അന്നത്തെ ആ ഒരു VV രാജേഷിന്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. കാരണം VV രാജേഷ് അന്ന് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഇത് നോക്കൂ, നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്ന കത്താണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായി ഒന്നും തന്നെ പറയാനായിട്ടുണ്ടായിരുന്നില്ല ശബരിനാഥന്. ശബരിനാഥ് ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് പേജിലും ആ ഒരു പേജിൽ കുറിപ്പിലും ആ കാര്യം വ്യക്തമാകുന്നുണ്ട്. കാരണം തങ്ങൾ ഞെട്ടിപ്പോയി എന്നുള്ളതായിരുന്നു അന്ന് ഇന്നലത്തെ ഫേസ്ബുക്ക് കുറിപ്പിൽ ശബരിനാഥൻ വ്യക്തമാക്കി. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തെ കാണുന്നത് എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ വലിയ രീതിയിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും താൻ അറിയാത്ത, താൻ കാണാത്ത ഒരു ഫയലാണ്, അതിലെങ്ങനെയാണ് ഇത്തരത്തിൽ നടപടികൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഉണ്ടായതിനെ കുറിച്ച് എനിക്ക് അറിയില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതികരണം നടത്തി. എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കാൻ വരുന്നുണ്ട്. എന്തായാലും സ്വാഭാവികമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം നമ്മൾ തേടുകയും ചെയ്യും. എന്തായാലും ഈ ചിത്രയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത്. ഈ വിഷയത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നാളെ നൽകും. ആ നോട്ടീസ് നൽകുന്ന ഘട്ടത്തിൽ അതിൽ നൽകുന്ന വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ സ്വാഭാവികമായും കടുത്ത നടപടിയിലേക്ക് തന്നെ പോകാൻ തന്നെയുള്ള തീരുമാനമാണ് സർക്കാരിനോട്. കാരണം സർക്കാർ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരത്തിൽ ഒരു ഡീൽ ആരോപണം ഉൾപ്പെടെ ഉയർന്നു വരുന്ന പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അതുൾപ്പെടെ പരിഗണിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ഇതിൽ നിന്നും RSS കോൺഗ്രസ് ഡീൽ എന്ന ആരോപണമാണ് ഈ പറഞ്ഞതുപോലെ CPM ഉന്നയിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ സുഗതന്റെ അവധിയപേക്ഷയിൽ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ചിത്രയുടെ ഭാഗത്തു നിന്നുമുള്ള ഗുരുതര വീഴ്ച, മന്ത്രി KM ഷാജിയുടെ നിർദ്ദേശത്തിനപ്പുറം അവർ അണ്ടർ സെക്രട്ടറിയെ ഉത്തരവിറക്കി എന്ന കണ്ടെത്തൽ. എന്തായാലും ആഭ്യന്തരമന്ത്രി വലിയ അതൃപ്തിയിൽ തന്നെയാണ്. കൃത്യമായി അദ്ദേഹത്തിന്റെ പ്രതികരണം ഏറ്റവും അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
മറ്റു വാർത്തയിലേക്ക് കടന്നാൽ സംസ്ഥാനത്ത് നമുക്കറിയാം തൂഫാൻ ലഹരിക്കെതിരെയുള്ള ശക്തമായ നീക്കം, പിടിച്ചെടുക്കൽ, അന്വേഷണം ഇതെല്ലാം നടക്കുന്നുണ്ട്. സമാനമായി ദേശീയ തലത്തിൽ യുവജന മുന്നേറ്റ പദ്ധതി നഷാ മുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ അതിന് ഇന്നിപ്പോൾ തുടക്കമാവുകയാണ്. രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ലഹരി ഉപയോഗത്തിനെതിരായ 100 ആഴ്ച നീളുന്ന രാജ്യവ്യാപക ജനപങ്കാളിത്ത പരിപാടിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ 10,000-ത്തിലധികം കേന്ദ്രങ്ങളിൽ നിന്നുള്ള യുവാക്കൾ ഓൺലൈനായി പരിപാടിയിൽ പങ്കാളികളാകും. ഫരീദാബാദ് അമൃത ആശുപത്രിയിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പങ്കെടുക്കും. ഇടുക്കി അടിമാലിയിൽ റിസർവ് വനം കയ്യേറി വ്യാപകമായി ഏലം കൃഷി നടത്തുന്നതായി പരാതി. മച്ചിപ്ലാവ് മേഖലയിലാണ് സ്വകാര്യ വ്യക്തി അനധികൃതമായി കൃഷി നടത്തുന്നത്. വനം കയ്യേറ്റത്തിനെതിരെ പരാതിയുമായി പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇടുക്കി മച്ചിപ്ലാവ് വനമേഖലയിൽ ചെറിയ മരങ്ങൾ വെട്ടിമാറ്റി 100 ഏക്കറോളം സ്ഥലത്ത് ഏലം കൃഷി നടത്തുന്നതായാണ് പരാതി. വനഭൂമി കയ്യേറുന്നത് കാട്ടാനകളടക്കമുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി അംഗം കെ ബുൾബേന്ദ്രൻ ആരോപിച്ചു. ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം കൂടുവാനുള്ളൊരു കാരണം റിസർവ് വനത്തിലേക്ക് ഏലകൃഷിക്കായി ഇവർ കയറുകയും ടൺ കണക്കിന് രാസവളവും കീടനാശിനി ഉപയോഗിച്ച് കയറുമ്പോൾ വന്യജീവികളുടെ കുടിവെള്ളവും തീറ്റയും എല്ലാം നശിച്ച് ഇവരെ വന്യജീവികൾ അതുപോലെ പന്നി, പാമ്പെല്ലാം പുറത്തേക്ക് വരുന്ന സ്ഥിതിയാണ് കാണുന്നത്. ഇതിനു മുൻപ് ഇതേ മേഖലയിൽ റിസർവ് വനം കയ്യേറി നടത്തിയ കൃഷി റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും കയ്യേറ്റ ശ്രമമെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. വനത്തിൽ നിന്ന് ഈറ്റകൾ വെട്ടിമാറ്റുന്നതും കൃഷി വ്യാപിപ്പിക്കുന്നതും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കും. കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നും ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, ഇടുക്കി. ഓണക്കാലം കൂടി അടുത്തതോടെ ആലപ്പുഴ മാർക്കറ്റിലെ വ്യാപാരികൾ കൂടുതൽ പ്രതിസന്ധിയിലാണ്. തിരക്കേറിയ മാർക്കറ്റിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നതിന് പോലീസ് ഈടാക്കുന്ന പിഴയാണ് വ്യാപാരികളെ വല്ലാതെ വലയ്ക്കുന്നത്. കടകൾക്ക് മുന്നിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾക്ക് വലിയൊരു തുക പിഴയായി ഈടാക്കുന്നതോടെ കടകളിലേക്ക് ആരും എത്താറില്ല എന്നാണ് വ്യാപാരികളുടെ ആക്ഷേപം. മാർക്കറ്റിലെ ഇരുവശങ്ങളിലുമുള്ള കടകളിൽ ലോഡുമായി എത്തുന്ന ലോറികൾ, വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തുന്നവരുടെ വാഹനങ്ങൾ എന്നിവ നിർത്തിയിടുന്നത് വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ തന്നെയാണ്. ഇടുങ്ങിയ റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ മറ്റ് ഇടമില്ല എന്നതിനാൽ ഇതല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. എന്നാൽ ഗതിയില്ലാതെ ഇവിടെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് 500 മുതൽ 1000 രൂപ വരെയാണ് പോലീസ് പിഴയായി ഈടാക്കുന്നത്. അതിനാൽ തന്നെ പല സ്ഥാപനങ്ങളിലേക്കും എത്താൻ ആളുകൾ മടിക്കുകയാണ്. ഇത് കച്ചവടത്തെയും സാരമായി ബാധിക്കുന്നു. ഇത് മാർക്കറ്റ് റോഡാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ, പച്ചക്കറികളും അതുപോലെ പലചരക്കൊക്കെ ആയിട്ട് വരുന്ന വാഹനങ്ങൾ വെക്കുന്ന റോഡ് ഈ മാർക്കറ്റിൻ്റെ സൈഡിലാണ്. അപ്പം മുമ്പ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്കൊരു പേപ്പർ തന്നിട്ടുണ്ട്. ഈ സൈഡിൽ, അത് റൈറ്റ് സൈഡിലിട്ടെല്ലാം സാധനം ഇറക്കണമെന്ന്. അതിനുശേഷം വന്നിട്ട് ഇപ്പോൾ വെള്ളവര ഈ റോഡിൽ ലൈൻ വരച്ചിട്ടുണ്ട്. അതിനപ്പുറം വണ്ടി വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ ഫൈൻ അടിക്കുകയാണ്. ഈ ഫൈൻ അടിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് പോയിട്ട് ഒരുപാട് വണ്ടിക്കാർക്കും ഫൈൻ അടിക്കുന്ന കാരണം പിന്നെ വ്യാപാരികൾക്ക് വല്ലാത്തൊരു ദുരിതം അനുഭവിക്കുന്നുണ്ട്. കാരണം കച്ചവടക്കാർ വരുന്നില്ല, സാധനം വാങ്ങാൻ വരുന്നില്ല. ഇപ്പോഴത്തെ വിലക്കയറ്റം കാരണം വലിയ പ്രതിസന്ധിയിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കച്ചവടക്കാർ. കാരണം വ്യാപാരികളെല്ലാം വലിയ പ്രതിസന്ധിയിലാണ് വില വർധന കാരണം. അതിനിടയിൽ കച്ചവടക്കാർ സാധനം വാങ്ങാൻ വരുന്നില്ല. ആലപ്പുഴ മാർക്കറ്റിൽ വരാത്ത കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഈ വാഹനങ്ങൾക്കൊക്കെ പോലീസ് കൊണ്ടടിക്കുന്ന ഫൈനുകൾ. അത് കാരണം സാധനം എടുക്കാൻ വന്ന് ഈ റോഡിൻ്റെ സൈഡിൽ വാഹനം ഇട്ട് വേറെ ഓപ്ഷൻ ഇല്ല. ഇവിടെ വേറൊരു ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ്. അതിനാൽ ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കേണ്ടതാണ്. വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന വാഹനങ്ങൾക്കും പിഴ ഈടാക്കുന്നതിനാൽ പലരും സാധനങ്ങൾ എത്തിക്കുന്നതിലും മടി കാണിക്കുന്നുണ്ട്. മാർക്കറ്റ് ആയതിനാൽ തന്നെ തിരക്കേറിയ ഇടുങ്ങിയ റോഡിൽ ഗവൺമെൻറ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിൽ ഈ നിയമവ്യവസ്ഥ അധികൃതർ പാലിക്കാറില്ല എന്നതാണ് വ്യാപാരികളുടെ മറ്റൊരു ആക്ഷേപം. ആലപ്പുഴ നഗരത്തിലെ പ്രധാന മാർക്കറ്റ് എന്ന നിലയിൽ ആലപ്പുഴ മാർക്കറ്റിലേക്ക് എത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ഉണ്ടാകണമെന്നാണ് വ്യാപാരി സംഘങ്ങളുടെ ആവശ്യം. അല്ലാത്ത പക്ഷം പിഴയൊടുക്കുന്നതിൽ നിന്നെങ്കിലും ഒരു മോചനമുണ്ടാവണം. ഇത് രണ്ടും നടന്നില്ല എങ്കിൽ ഭാവിയിൽ കച്ചവടം ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ഇവിടുത്തെ വ്യാപാരികൾ. അമൃത ന്യൂസ്, ആലപ്പുഴ. കോമൺവെൽത്ത് ഗെയിംസ് ബോക്സിംഗിൽ 10
10 മെഡലുകൾ ഉറപ്പിച്ച ഇന്ത്യക്ക് ഇന്ന് ഫൈനലാണ്. പ്രീതി പവാർ, അങ്കുഷ് പങ്കൽ, ജാസ്മിൻ ലംബോറിയ, അരുന്ധതി ചൗധരി, ജദുമണി സിംഗ് എന്നിവരാണ് ഫൈനൽ മാറ്റിരിക്കുന്നത്. വൈകിട്ട് 3:30 മുതലാണ് മത്സരങ്ങൾ. 4x400 മീറ്റർ മിക്സഡ് റിലേയിലും ഇന്ത്യക്ക് ഇന്ന് ഫൈനലുണ്ട്. മലയാളി താരം അൻസ ബാബു ഉൾപ്പെട്ട ടീമിന്റെ മത്സരം രാത്രി 9:20 അത്ലറ്റിക്സ് മത്സരങ്ങൾ ഇന്ന് അവസാനിക്കും. നാളെയാണ് കോമൺവെൽത്ത് ഗെയിംസ് അവസാനിക്കുന്നത്. 5 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 19 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ ഇന്ത്യ 9ാം സ്ഥാനത്താണ്. 117 മെഡലുകളുമായി ഓസ്ട്രേലിയയാണ് 1ാമത്.